ഹായ് ഫ്രണ്ട്സ്, ഗിഗ് നോ മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നോക്കിയയുടെ ഏറ്റവും പുതിയ ലോഞ്ചായ നോക്കിയ X71 കുറിച്ചാണ്. തായ്വാനിലാണ് നോക്കിയ ഐഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 48 മെഗാ പിക്സൽ ക്യാമറയോടുകൂടി ട്രിപ്പിൾ ക്യാമറയോടുകൂടിയാണ് നോക്കിയ ഐഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെ സ്പെസിഫിക്കേഷൻസോടു കൂടിയാണ് നോക്കിയ X71 ലോഞ്ച് ആയിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കിയ ഇന്നലെയാണ്, അതായത് ഈ ചൊവ്വാഴ്ചയാണ് തായ്വാനിൽ നോക്കിയ X71 എന്ന പുതിയ മോഡൽ ലോഞ്ച് ചെയ്തത്. 48 മെഗാ പിക്സൽ ക്യാമറയോട് കൂടിയാണ് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏത് സെൻസറാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കിയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സാംസങ് സെൻസറാണോ അല്ലെങ്കിൽ സോണി സെൻസറാണോ എന്ന് നോക്കിയ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മിക്കവാറും സോണി സെൻസർ ആവാനാണ് സാധ്യത. കാരണം മികച്ചൊരു 48 മെഗാ പിക്സൽ അനുഭവം നമുക്ക് ലഭ്യമാണെങ്കിൽ സോണിയുടെ IMX586 എന്ന സെൻസർ തന്നെ ഉപയോഗിക്കണം. സാംസങ്ങിൻ്റെ GML1 എന്ന സെൻസർ അത്ര മികച്ചതല്ല. അതൊരു പിക്സൽ ബൈൻഡിങ് ടെക്നോളജിയോട് കൂടിയാണ് 48 മെഗാ പിക്സൽ പിക്ചേഴ്സ് നമുക്ക് ലഭ്യമാക്കുന്നത്. നോക്കിയയുടെ ഫോണുകളിൽ കണ്ടുവരുന്ന സയൽസ് ഒപ്റ്റിക്സ് തന്നെയാണ് നോക്കിയ X71 ഉപയോഗിച്ചിരിക്കുന്നത്. സയൽസ് ലെൻസുകളാണ് നമുക്ക് ഈ 48 മെഗാ പിക്സൽ ക്യാമറയ്ക്ക് വേണ്ടി നോക്കിയ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഫോൺ വന്നിരിക്കുന്നത്. 5 MB ഡെപ്ത് സെൻസർ, f2.4 അപ്പറേച്ചർ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ എന്നിവയൊക്കെയാണ് നോക്കിയ 48 മെഗാ പിക്സൽ പ്രൈമറി സെൻസറിൻ്റെ അപ്പുറം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ക്യാമറ അനുഭവമായിരിക്കും നമുക്ക് X71 നൽകുക. ഫ്രണ്ട് ക്യാമറയ്ക്കായി 16 മെഗാ പിക്സൽ സെൽഫി ഷൂട്ടറാണ് നോക്കിയ നൽകിയിരിക്കുന്നത്. അതും ഡിസൈൻ ശൈലിയായ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഡിസൈൻ ശൈലിയിലാണ് നോക്കിയ ഈ ഫോൺ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് നമുക്ക് ഈ ഫോൺ നൽകിയിരിക്കുന്നത്. നോക്കിയ X7 പ്രോസസ്സിംഗ് സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 660 എന്നൊരു മികച്ചൊരു പ്രോസറാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മികച്ചൊരു പ്രോസർ തന്നെയാണ് 660. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ഒട്ടനവധി ഫോണിൽ കണ്ടതാണ്. റിയൽമി 2 Pro, റെഡ്മി നോട്ട് 7, അസൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി മികച്ച ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറങ്ങിയ ഫോണുകൾ കൂടി നമ്മൾ ആ സ്നാപ്ഡ്രാഗൺ 660 കണ്ടതാണ്. മികച്ചൊരു ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 660. ആൻഡ്രോയിഡ് പൈ അധിഷ്ഠിതമായ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് നോക്കിയ X71 ഉപയോഗിച്ചത്. സ്ഥിരമായ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഡിവൈസുകളാണ് നോക്കിയ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 1 ഡിവൈസ് ആയിട്ടാണോ ഇത് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഗ്ലോബലി ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടില്ല. തായ്വാനിൽ മാത്രമാണ് ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ ഡെബ്യൂട്ടിനെ കുറിച്ചും നോക്കിയ ഒരു വ്യക്തമായ സൂചന ഇതുവരെ നൽകിയിട്ടില്ല. HDR10 വീഡിയോ പ്ലേബാക്ക്, ഓഡിയോ, ബ്ലൂടൂത്ത് 5 അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സുകൾ ബണ്ടിൽ ചെയ്തിട്ടാണ് നോക്കിയ ഈ ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. 3500 mAh ബാറ്ററിയാണ് നോക്കിയ X71 നൽകിയിരിക്കുന്നത്. വിത്ത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടോട് കൂടിയാണ് X71 വരുന്നത്. ടൈപ്പ് സി പോർട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 2.5D ഗ്ലാസ് ആണ് നോക്കിയ പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നൽകിയിരിക്കുന്നത്. ക്യാമറയ്ക്ക് താഴെയായിട്ട് റിയർ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും നോക്കിയ നൽകിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അല്ല നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിനും ക്യാമറയ്ക്കുമായിട്ട് ഒരു ഗോൾഡൻ കോട്ടിങ് നോക്കിയ നൽകിയിട്ടുണ്ട്. അത് ഡിസൈൻ ശൈലിയിൽ കൊണ്ടുവന്ന ഒരു ഇതാണ്. നല്ല ഒരു ലുക്കും പ്രീമിയം ഫീലും അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ നൽകുന്നുണ്ട്. ഫോണിൻ്റെ പവർ കീ, വോളിയം കീ ഒക്കെ ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെ വരുന്നത് റൈറ്റ് സൈഡിലാണ്. 6.39 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയിലാണ് നോക്കിയ X71 വരുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഡിസൈൻ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ശൈലി ഉപയോഗിച്ചൊരു ഫോൺ പുറത്തിറക്കുന്നത്. 6GB 128GB എന്നൊരു വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ തായ്വാനിൽ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ബ്ലാക്ക് എഡിഷൻ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വേരിയൻറ്റുകൾ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഗ്ലോബൽ ഡെബ്യൂട്ടും കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്ലോബൽ ഡെബ്യൂട്ടിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഡെബ്യൂട്ടും കൂടി ഫോൺ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. 14,900 തായ്വാൻ കറൻസിയാണ് നോക്കിയ ഫോണിന് X71 നൽകിയിരിക്കുന്ന വില. അത് ഇന്ത്യൻ രൂപയായി കൺവേർട്ട് ചെയ്യുമ്പോൾ 26,394 രൂപയാണ്
ഫോണിന് വരുന്നത്. ആ വിലയ്ക്ക് ഈ ഫോൺ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം വെച്ചാൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ ഏറ്റവും മികച്ച പ്രോസറായ സ്നാപ്ഡ്രാഗൺ 675 എന്ന മികച്ച പ്രോസറുമായിട്ട് 48 മെഗാ പിക്സൽ ക്യാമറയുമായിട്ട് വെറും 14,000 രൂപയ്ക്ക് റെഡ്മി നോട്ട് 7 പ്രോ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോണ് സക്സസ് ആവുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ നോക്കിയ X71 വമ്പിച്ചൊരു സക്സസ് ആവണമെങ്കിൽ റെഡ്മി നോട്ട് 7 പ്രോയ്ക്ക് ശക്തമായ ഒരു കോമ്പറ്റീഷൻ നൽകുന്ന തരത്തിലുള്ള വില നിലവാരമായിരിക്കണം ഇന്ത്യയിൽ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നോക്കിയ നൽകേണ്ടത്. കാരണം എന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 7 പ്രോയേക്കാളും കുറച്ചും കൂടി ഡൗൺ സൈഡാണ് X71ൻ്റെ പ്രോസസർ സൈഡ്. മികച്ചൊരു കോമ്പറ്റീറ്റീവായ വിലയിൽ നോക്കിയയിൽ നിന്ന് ഇത്തരത്തിലൊരു മികച്ചൊരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആവുകയാണെങ്കിൽ, അതായത് 14,000 രൂപയ്ക്കോ അല്ലെ അതിന് തൊട്ട് 15,000 രൂപയ്ക്കോ ഈ ഫോൺ ലോഞ്ച് ആവുകയാണെങ്കിൽ ഇന്ത്യയിൽ മികച്ചൊരു സക്സസ് ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കത് ഉറപ്പിച്ച് പറയാൻ തന്നെ സാധിക്കും. കാരണം വെച്ചാൽ നോക്കിയ എന്ന ബ്രാൻഡിന് അത്രയ്ക്ക് വിലയുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവായ വിലയിൽ നോക്കിയ X71 ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് നോക്കിയ X75നെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു വരുന്നത് നിങ്ങളായി സംവദിച്ചത്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ. Make a wildfire get away.